മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മളിതാ സജ്ജമായിരിക്കുകയാണ്. കുരിശിനോടും ക്രൂശിതനോടും കൂടെയുള്ള തീർത്ഥയാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. ഈ യാത്രയിൽ പലയിടങ്ങളിൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടും. വചനം വായിക്കുമ്പോൾ, വചനത്തിന്റെ മേഖലയുടെ കടന്നു പോകുമ്പോൾ കർത്താവിനോട് അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇന്ന് ഈശോ നമ്മുടെ പാദങ്ങൾ കഴുകാൻ നിന്റെ മുമ്പിൽ, എന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇതാ വചനം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നാം പെസഹ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, പൗരോഹിത്യ സ്ഥാപനം ഇത് നിറവേറപ്പെടുകയാണ്. ഇന്ന് ഈശോ നമ്മുടെ വീട്ടിൽ, നമ്മുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് പാദം കഴുകുന്ന വിനയത്തിന്റെ ശുശ്രൂഷ കർത്താവ് നടത്തുകയാണ്. ഈശോ ആരെയും തള്ളിക്കളയുന്നില്ല. എല്ലാവരെയും ഉയർത്തുവാൻ വേണ്ടിയിട്ട് അപ്പമായി തീർന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ദിവസം, വിശുദ്ധ കുർബാന സ്ഥാപിച്ച് അത് ലോകാവസാനം വരെ തുടർന്നു കൊണ്ടുപോകുവാൻ പൗരോഹിത്യം സ്ഥാപിച്ച സുദിനം. മകളെ, അധമമായ വികാരങ്ങളോട് ചേർന്ന് നിൽക്കാതെ 1 മണിക്കൂർ സമയമെങ്കിലും ഇന്നേ ദിവസം കർത്തൃ സന്നിധിയിൽ ചെലവഴിക്കാൻ നമുക്ക് ശ്രമിക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോട് കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.